ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് കോതമംഗലത്തിന്റെ വേറൊരു ഏരിയയിലേക്കാട്ടോ. ഈ സ്ഥലത്തിന്റെ പേര് ഇഞ്ചത്തൊട്ടി എന്നാണ്. അപ്പൊ ഇഞ്ചത്തൊട്ടി ഇവിടെ ഒരു തൂക്കുപാലം ഒക്കെ ഉണ്ട്. ഇവിടെയും ഒത്തിരി വിസിറ്റേഴ്സ് വരുന്ന ഒരു സ്ഥലമാണ്. ഇപ്പൊ ഞങ്ങൾ ഈ നിൽക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ ഇങ്ങനെ മുഴുവൻ വെള്ളം കയറി നിൽക്കുന്ന ഏരിയാസ് ആണ്. പക്ഷെ ഇപ്പൊ നമ്മുടെ ഭൂതത്താൻകെട്ട് ഷട്ടർ തുറന്നിട്ടിരിക്കുന്നതുകൊണ്ട് ഇവിടെ വെള്ളമില്ല. അപ്പൊ അത് നല്ല രസമല്ലേ ഇവിടെ. നല്ല ഈ ഒരു ഏരിയ ഒക്കെ ഭയങ്കര ഇങ്ങനെ പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലങ്ങളാട്ടോ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് ഈ ഒരു സ്ഥലം വന്നപ്പോൾ നമ്മുടെ ഒരു സാരിയും ഇവിടെ വെച്ച് തന്നെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ചെറിയ ക്രഷ്ഡ് സിൽക്ക് മെറ്റീരിയലാണ്. സെമി സിൽക്ക് മെറ്റീരിയലിൽ വന്നിരിക്കുന്ന ഒരു സാരി. അത് 3450 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരിയാണ്. അപ്പോൾ ഈ സാരി ഉണ്ടോ, അപ്പോൾ ഞാൻ ഉടുത്താൽ തന്നെ നമ്മളെപ്പോഴും ചില സാരികളൊക്കെ ഉടുക്കുമ്പോൾ പറയാറില്ലേ, ഇത് ഉടുത്ത പോലെ തന്നെ കിടന്നോളും എന്ന് പറയുന്ന കുറച്ച് ടൈപ്പ് സാരീസ് ഉണ്ടല്ലോ, കുറച്ച് ടൈപ്പ് മെറ്റീരിയൽ. ആ ഒരു കാറ്റഗറി വരുന്ന ഒരു മെറ്റീരിയലാണ് ഇതും. നല്ല സോഫ്റ്റ് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആണ്. എന്നാൽ ഉടുത്ത് ഭയങ്കര ബോഡി ഹഗ് ചെയ്ത് നമ്മുടെ ബോഡി പാർട്സ് പ്രൊജക്റ്റ് ചെയ്യുന്ന പോലെയുള്ള ഒരു ഇതിലും അല്ല, നല്ല രസമായിട്ട് കിടക്കുന്ന ഒരു സാരി കേട്ടോ. 3450 റേഞ്ചിലാണ്. അപ്പോൾ ഇതിൻ്റെ കുറേ കളേഴ്സും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വ്യൂ ഒക്കെ നമുക്ക് വീഡിയോയിൽ ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ പല ഷെയ്ഡ്സ് കാണാം. ഫസ്റ്റ് ഞാൻ ഉടുത്തിരിക്കുന്ന ഈ ഒരു മാംഗോ യെല്ലോ ഷെയ്ഡ് നല്ല അടിപൊളി ഷെയ്ഡ് കേട്ടോ. ഇത് ഉടുത്തു കഴിഞ്ഞാൽ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാരിയുമാണ്, നല്ല ഷെയ്ഡ്സുമാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ചെറിയൊരു ക്രഷ്ഡ് ഫീൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ ക്രഷ്ഡിൽ വരുന്ന പോലെയുള്ള ഒരു മെറ്റീരിയൽ അല്ല കേട്ടോ ഇത്. ഇതിനകത്ത് ഇതേ ക്ലോസർ വ്യൂ കാണുമ്പോൾ അറിയാം, ചെറുതായിട്ടൊരു ക്രഷ്ഡ് അങ്ങനെ വന്നിട്ടുള്ളൂ. പിന്നെ ഇതിന് ആ ഗ്ലേസിങ്ങോ അങ്ങനെയൊന്നുമില്ല. ഒരു സെമി സിൽക്ക് മെറ്റീരിയലാണ്, സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. അതിനകത്ത് നമുക്കിങ്ങനെ ബോഡിയെ കൂടെ ബോർഡറിൽ നമുക്ക് ഈ ഒരു ഡിസൈനും വരും. അതേപോലെ തന്നെ ബോഡിയിൽ ഈ ഒരു ഡിസൈനും ചെറിയൊരു കട്ട് വർക്കിൻ്റെ ഡിസൈനും കൂടെ ബോഡിയിൽ വരുന്നുണ്ട്. മുന്താണിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ വർക്ക് ഇങ്ങനെ മുന്താണിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരുവാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുമ്പോൾ ബ്ലൗസ് പീസിൽ നമുക്ക് പ്ലെയിൻ ബ്ലൗസ് പീസ് വന്നിട്ട് ഓൾ ഓവർ ദ ബോഡിയിൽ നമുക്ക് ഇതേപോലെ ചെറിയ എംബ്രോയിഡറി വർക്കാണ്. ഫുൾ ബോഡി അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ബ്ലൗസിൻ്റെ ഫുൾ ബോഡിയിൽ അതേപോലെ വരും. അപ്പം ഇതാണ് ഫസ്റ്റ് കളർ, നമ്മുടെ മാംഗോ യെല്ലോ ഷെയ്ഡിലേക്ക് വന്നിരിക്കുന്ന സാരി. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരി. ഞാൻ ഈ ഉടുത്തിരിക്കുന്ന അതേ പാറ്റേൺ തന്നെ. അടുത്തത് വരുന്ന അതിൻ്റെ നല്ലൊരു ഡസ്റ്റി പിങ്ക് ടോൺ. ഇത് നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡാട്ടോ. ഇതൊക്കെ ഒരു ഒത്തിരി ഡാർക്ക് കളേഴ്സ് വേണ്ടാത്തവർക്ക് നല്ലൊരു അടിപൊളി ഷെയ്ഡ്. ഒരു ഡസ്റ്റി പിങ്കിൽ വന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ഒരു ടോൺ. സെയിം, ബാക്കിയെല്ലാം സെയിം തന്നെ. അടുത്തത് വരുന്നത് ഒരു സീ ഗ്രീൻ ഷെയ്ഡ്. നോക്കിയേ, ഒരു സേജ് ഗ്രീൻ, സീ ഗ്രീൻ എന്നൊക്കെ പറയുന്ന പോലെയുള്ളൊരു ഷെയ്ഡ്. കണ്ടോ എന്ത് രസമാണെന്ന് നോക്കി. നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് ഉപയോഗിക്കണമെങ്കിലും ഈ സാരിയൊക്കെ മതി കേട്ടോ. വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന സാരീസാണ്. അപ്പോൾ നമുക്കൊരു ഫംഗ്ഷന് വേണമെങ്കിലും ഉപയോഗിക്കാം. നല്ലൊരു ലുക്ക് കിട്ടുന്ന സാരീസാണ് ഇതെല്ലാം. നമുക്കങ്ങനെ സിൽക്കൊന്നും വേണ്ട എന്നുള്ളവർക്കേ നല്ലൊരു ഓപ്ഷനാണ് ഇത്. അടുത്ത് വരുന്നത് നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡ്. നോക്കിയേ, ബ്യൂട്ടിഫുൾ ഒരു റാണി പിങ്ക് ഷെയ്ഡ്. നമുക്ക് അതായത് ഫംഗ്ഷൻ വെയർ ആയിട്ട് ഉപയോഗിക്കാനും അല്ലാതെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഫംഗ്ഷൻ വെയർ എന്ന് തന്നെയല്ല, നമുക്ക് അല്ലാതെ ക്യാഷ്വലായിട്ട് ഉപയോഗിക്കാനും ഒക്കെ നല്ല സാരീസാണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ എംബ്രോയിഡറി വർക്ക് വന്നിട്ട് അതിനകത്തേ കൂടെ കണ്ടോ ചെറിയ ഒരു ഗോൾഡൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഗോൾഡൻ ഷെയ്ഡും അല്ലാതെ ഗോൾഡൻ ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയിഡറി വർക്കും. അപ്പോൾ ത്രെഡും ഗോൾഡൻ ത്രെഡും കൂടെ വന്നിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത് ബോർഡറിലൊക്കെ. ബ്ലൗസിൽ വരുമ്പോൾ ജസ്റ്റ് നമുക്ക് പ്ലെയിൻ ത്രെഡ് മാത്രം വെച്ചിട്ടുള്ള എംബ്രോയിഡറി വർക്ക്. അടുത്തത് വരുന്നത് നല്ലൊരു ഗ്രീൻ. ഈ ഗ്രീൻ ഇതിൻ്റെ എക്സാക്റ്റ് ഗ്രീൻ ഏതാന്ന് പറയാൻ എനിക്ക് എക്സാക്റ്റ് കിട്ടുന്നില്ല. അതായത് ലീഫ് ഗ്രീൻ ഒന്നുമല്ല, പക്ഷെ നല്ലൊരു ഭംഗിയുള്ളൊരു ഗ്രീൻ ഷെയ്ഡാട്ടോ. നമ്മളെപ്പോഴും കാണുന്ന ഒരു ഗ്രീനും അല്ല, നല്ലൊരു റെയർ ഷെയ്ഡിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു ഗ്രീൻ ഷെയ്ഡ്. കറക്റ്റ് കളറല്ലേ വീഡിയോയിൽ കറക്റ്റ് കളറാട്ടോ. സെയിം പാറ്റേൺ തന്നെയാണ്, ജസ്റ്റ് കളറിൽ മാത്രമുള്ള ഡിഫറൻസേ ഉള്ളൂ. അടുത്തത് വരുന്നത് ഒരു ലാവൻഡറും പേർപ്പിളും കൂടെയൊക്കെ ചേർന്ന് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ്. അപ്പോൾ അതിനകത്ത് ആ സെയിം കളറിലുള്ള ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയിഡറി. ഒരു ഗോൾഡൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ മഞ്ഞ കളർ ഗോൾഡൻ അല്ല കേട്ടോ, അതിനേക്കാളും അല്പം കൂടെ ലൈറ്റർ ടോണിലേക്ക് വന്നിരിക്കുന്ന ഒരു ഗോൾഡൻ ത്രെഡിൻ്റെ എംബ്രോയിഡറിയും കൂടിയാണ് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുള്ള വർക്കും നല്ല മെറ്റീരിയലും ആണ്. നമുക്ക് ഉടുക്കാനും നല്ല സുഖമുള്ള മെറ്റീരിയൽ. അടുത്തത് വരുന്നത് ഒരു ചോക്ലേറ്റ് ബ്രൗണിൻ്റെയൊക്കെ ഒരു ബ്രൗണും അല്പം ഒരു പിങ്കും കൂടെയൊക്കെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന പോലെയുള്ളൊരു ഷെയ്ഡ്. അതേ ത്രെഡിൽ വന്നിട്ടുള്ള എംബ്രോയിഡറി വർക്ക്. നല്ല രസമുള്ള കളേഴ്സ് എല്ലാം, നല്ലൊരു റെയർ ഷെയ്ഡ്സുമാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന ഷെയ്ഡ്സ് എല്ലാം. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ സാരീസാണ് കേട്ടോ. 3450 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസാണ് ഇതെല്ലാം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ സാരീസിൻ്റെ കളക്ഷൻസ്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം. നമ്മുടെ വാട്സപ്പ് നമ്പർ 9074424276 ആണ്. വെബ്സൈറ്റ് ലിങ്ക് www.ainsboutique.com ആണ്. അപ്പം നമ്മുടെ വീഡിയോസ് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതായത് സാരി ഇഷ്ടമുള്ളവർക്കും സാരി വാങ്ങിക്കാൻ, ഇപ്പോൾ ഓണമൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും സാരി വാങ്ങിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കെല്ലാം നമ്മുടെ വീഡിയോസിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുന്നവരിൽ നിന്ന് നറുക്കിട്ട് നമ്മൾ
3 പേർക്ക്, അതായത് സെപ്റ്റംബർ 1 നമ്മൾ ഗിഫ്റ്റ് അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിന് പുതിയ പുതിയ കളക്ഷൻസുമായിട്ട്, ഇങ്ങനെ പുതിയ പുതിയ ലൊക്കേഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.